ഏകദേശം ഇതേപോലൊക്കെയുള്ള 3 പെട്ടികൾ എടുക്കാണ്ടോ? എങ്കിൽ നമുക്ക് ഡെസ്കിന്റെ മുകളിലൊക്കെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഓർഗനൈസർ സെറ്റാക്കാം. ഈ 3 പെട്ടികൾ കയ്യിൽ കിട്ടിയപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇതിനെക്കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. അതെങ്ങനെയാണ്, നമ്മളൊരു ക്രാഫ്റ്റ് കണ്ടാലേ അതിന്റെ സാധനങ്ങൾ തപ്പി നടക്കലല്ലോ. എന്ത് സാധനമാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് ക്രാഫ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഒരു ഇത്. ആദ്യത്തെ പെട്ടി കവർ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. ഇനി നെക്സ്റ്റ് പെട്ടി എടുത്തിട്ട് സെന്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന്റെ സൈഡൊക്കെ ഒന്ന് വിട്ടു പോയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതേപോലത്തെ 2 പെട്ടികൾ കിട്ടും. ഇനി അതും വേറൊരു കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. പിന്നെ മൂന്നാമത്തെ പെട്ടി എടുത്തിട്ട് അത് മറ്റേ കളർ പേപ്പർ വെച്ചിട്ടും കവർ ചെയ്യണം. ഇനി ഞാൻ ഡബിൾ സെറി ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഒരു ബോക്സ് വെക്കുക, പിന്നെ നമ്മൾ ഹാഫായി കട്ട് ചെയ്ത ഒരു ബോക്സ് വെക്കുക, വീണ്ടും മറ്റേ ബോക്സ് വെക്കുക, പിന്നെ ടോപ്പിൽ മറ്റേ ഹാഫ് ബോക്സും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഡെക്കറേഷന് വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഈ അടുത്ത് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്കെച്ച് പെൻസ് ഇട്ട് വെക്കാം, സ്റ്റിക്കേഴ്സ് വെക്കാം, വാഷി ടാബ്സ് വെക്കാം. അങ്ങനെ നമ്മുടെ ഡെസ്കിന്റെ മുകളിൽ ഇടമില്ലാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനൊക്കെ ഒന്ന് ഇതിൽ ഇട്ട് വെക്കാം.